നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂസ്. ഒരു ഒബ്സർവബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യാണ് അറ്റ് t = 0. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേറ്റ് വി ആർ ടേക്കിംഗ് ആസ് ദ ഐഗൻ ഗെറ്റ്സ് ഓഫ് ഒബ്സർവബിൾ എ. നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എ എന്നൊരു ഓപ്പറേറ്ററിൻ്റെ ഐഗൻ ഗെറ്റ്സ് ആണ്. ആൻഡ് ദീസ് ഒബ്സർവബിൾ കമ്മ്യൂട്ട് വിത്ത് എച്ച്, അതായത് കമ്മ്യൂട്ടേറ്റർ ഓഫ് എ ആൻഡ് എച്ച് ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ മീനിങ് എന്താണ്? എയുടെ ഐഗൻ ഗെറ്റ് എച്ചിൻ്റെയും ഐഗൻ ഗെറ്റാണ്. ആ ഒരു ഇക്വേഷൻ, ആ ഒരു സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ടൈം 0 ആവുന്ന സമയത്തുള്ള സ്റ്റേറ്റ് ഗെറ്റ് എന്ന് പറയുന്നത് ഗെറ്റ് ആൽഫ t0 = 0 ആണ്. അത് എന്തിന് ഈക്വലാണ്? ഗെറ്റ് എ ഡാഷിന് ഈക്വലാണ്. ഇനി ആഫ്റ്റർ എ ടൈം ടി ഈ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ആ സ്റ്റേറ്റ് എന്തായിരിക്കും? t0 0 ആവുന്ന സമയത്തുള്ള സ്റ്റേറ്റ് എ ഡാഷ് ആണ്. അത് ടി ആവുന്ന സമയത്തുള്ള സ്റ്റേറ്റ്, അതാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത് ഗെറ്റ് എ ഡാഷ് t0 = 0 t. അത് നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൻ്റെ മേലെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യണം. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു u of t0 ഗെറ്റ് എ ഡാഷ്. ഇനി നമുക്ക് കാണേണ്ടത് ബി എന്നൊരു ഒബ്സർവബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ് നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ആ ബി എന്നൊരു ഒബ്സർവബിൾ എ ആയിട്ടോ അല്ലെങ്കിൽ എച്ച് ആയിട്ടോ കമ്മ്യൂട്ട് ചെയ്യണം എന്നില്ല. എ ആൻഡ് എച്ച് കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്, ബട്ട് ബി വിച്ച് ഈസ് നീഡ് നോട്ട് കമ്മ്യൂട്ട് വിത്ത് എ ഓർ എച്ച്. ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുക. അറ്റ് t = 0 the expectation value is this one, bra a dash b get a dash. ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അറ്റ് ലേറ്റർ ടൈം ടി എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് അറ്റ് ടൈം ടി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ആഫ്റ്റർ ടൈം ടി സ്റ്റേറ്റ് ഇതായിട്ട് മാറും. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടുക. ഈ ഒരു ഇക്വേഷനിൽ ബ്രാ എ ഡാഷ് t = 0 ടിക്ക് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇക്വേഷൻ എന്തായിട്ട് മാറും? ഇങ്ങനെയായിട്ട് മാറും. ഇവിടെ ഗെറ്റ് എ ഡാഷ് t = 0 ടിക്ക് u of t0 ഗെറ്റ് എ ഡാഷ് എന്നും, അത് ഇവിടെ വരുന്ന സമയത്ത് അത് യുവിൻ്റെ കോൺജുഗേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഡ്രാഗറായിട്ട് മാറും. അപ്പോൾ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്തിന് ഈക്വലാണ്? e⁻iht h ഈക്വലാണ്. e⁻iht h ഈക്വലാണ്. ഇവിടെ അതിൻ്റെ ഡ്രാഗർ അല്ലെങ്കിൽ കോൺജുഗേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് e⁻iht ആയിട്ട് മാറും. ഇനി ഈ ഒരു ഓപ്പറേറ്റർ ഈ ബ്രാ എ ഡാഷിന് മേലെ ആക്ട് ചെയ്യുന്ന സമയത്ത് എച്ച് ആക്ട് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ ഐഗൻ വാല്യൂ ഇ എ ഡാഷ് ആയിട്ട് മാറും. എച്ച് ഒരു സ്റ്റേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐഗൻ വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ് കിട്ടുക? e⁻iE⁻t/h ആയിട്ട് മാറും. ചെയ്യേണ്ടത് നമ്മൾ തൊട്ട് മുമ്പൊക്കെ ചെയ്തതുപോലെ എക്സ്പൊണൻഷ്യൽ എക്സ്പാൻഡ് ചെയ്ത ശേഷമാണ് അത് ആക്ട് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അതിൽ നിന്നും ഈ ഒരു സ്റ്റേറ്റ് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടാണ് വീണ്ടും എക്സ്പൊണൻഷ്യലായിട്ട് മാറുകയാണ്. ഡയറക്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഓപ്പറേറ്റർ ആക്ട് ചെയ്തിട്ട് ഐഗൻ വാല്യൂ ആക്കിയിട്ട് എഴുതാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഇതിൻ്റെ മുമ്പ് ഈ സ്റ്റെപ്പ് ഒരുപാട് പ്രാവശ്യം ചെയ്തതുകൊണ്ട് ഇവിടെ ഞാൻ ഡയറക്റ്റ് അതങ്ങനെ ചെയ്യുകയാണ്. അതായത് ഇതിൽ വരുന്ന ഈ ഒരു എച്ച് ഓപ്പറേറ്റർ ഈ സ്റ്റേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇ എ ഡാഷ് ബ്രാ എ ഡാഷ് എന്ന് വരും. അപ്പം നമുക്ക് അതിനെ താഴെ എന്തായിട്ട് എഴുതാം? എക്സ്പൊണൻഷ്യൽ ഇൻറ്റു ഇങ്ങനെ ആക്കിയിട്ട് എഴുതാം. ഇവിടെയും അതുപോലെ തന്നെ
എച്ച് ആ ഒരു ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇ എ ഡാഷ് ഗെറ്റ് എ ഡാഷ്. അത് നമ്മൾ ഇതും എക്സ്പൊണൻഷ്യൽ ആദ്യം എക്സ്പാൻഡ് ചെയ്തതിന് ശേഷം ഓരോ ടേമും ഈ ഗെറ്റ് എ ഡാഷിന് മേലെ ആക്ട് ചെയ്യുന്ന സമയത്ത് എച്ച് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇ എ ഡാഷ് ഐഗൻ വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ഇനി ഇവിടെ ഇത് ഐഗൻ വാല്യൂ ആയതുകൊണ്ട് തന്നെ ഇത് ഇ റൈസ് ടു എക്സും ഇത് ഇ റൈസ് ടു മൈനസ് എക്സും ആണ്. അപ്പോൾ അതെന്തായിട്ട് മാറും? ഇ റൈസ് ടു 0 ആയിട്ട് മാറും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ഇ റൈസ് ടു 0 1 ആവുന്ന സമയത്ത് അതിനെ വീണ്ടും നമുക്ക് എന്തെന്ന് എഴുതാം? ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ടി അറ്റ് 0 ടൈം 0. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? നമ്മൾ ടൈം 0 ആവുന്ന സമയത്ത് ഒരു ഒബ്സർവബിൾ അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്ററിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടുപിടിച്ചു. അത് എന്താണെന്ന് നമുക്ക് കിട്ടി. അതിനുശേഷം അതേ ഒബ്സർവബിൾ തന്നെ ടൈം ടി ആവുന്ന സമയത്തുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും കിട്ടുന്ന എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ദാറ്റ് ഒബ്സർവബിൾ അറ്റ് ടി ഈക്വൽ ടു 0. ആൻഡ് ഹിയർ ദ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടി, അതായത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. which means the expectation value of an observable taken with respect to an energy eigengets. അപ്പോൾ നമ്മളിവിടെ ഒരു ഓപ്പറേറ്ററിൻ്റെ അല്ലെങ്കിൽ ഒബ്സർവബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എക്സ്പാൻഡ് ചെയ്തത്? എനർജി ഐഗൻ ആണ്. കാരണം നമ്മൾ എ എന്ന് പറഞ്ഞ ഒന്നിൻ്റെ ഐഗൻ ആണ് നമ്മൾ എ ഡാഷ് എന്ന് പറഞ്ഞു. ഇത് എച്ചും എയും കമ്മ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് എച്ചിൻ്റെ കൂടെ ഐഗൻ സ്റ്റേറ്റ് ആണ്. എച്ച് എന്ന് പറയുന്ന ഹാമിൽട്ടോണിയൻ ആണ്. ആ ഹാമിൽട്ടോണിയൻ്റെ ഐഗൻ സ്റ്റേറ്റ്സിനെയാണ് നമ്മൾ എനർജി ഐഗൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്തിനാ ബേസ് ചെയ്തിട്ടാണ് കണ്ടുപിടിച്ചത്? വി ഹാവ് ഫൗണ്ട് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഹിയർ വിത്ത് റെസ്പെക്ട് ടു ദ എനർജി ഐഗൻ സ്റ്റേറ്റ്. അപ്പോൾ അങ്ങനെ ഒരു എനർജി ഐഗൻ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുന്ന സമയത്ത് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ടൈം. ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് ദ സ്റ്റേഷനറി സ്റ്റേറ്റ്. സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഒബ്സർവബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ വിത്ത് റെസ്പെക്ട് ടു എനർജി ഐഗൻ സ്റ്റേറ്റ് കാണുകയാണെങ്കിൽ അത് ആഫ്റ്റർ ടൈം ടി ആയി കഴിഞ്ഞാലും ടൈം ടി കഴിഞ്ഞതിന് ശേഷം ആ എക്സ്പെക്റ്റേഷൻ വാല്യൂ സെയിം ആണ്. അത് ടൈമിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. ആൻഡ് ദീസ് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് സ്റ്റേഷനറി സ്റ്റേറ്റ്. ഇനി നമുക്ക് നോൺ സ്റ്റേഷനറി സ്റ്റേറ്റ് ഡിസ്കസ് ചെയ്യണം. നോൺ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കൺസിഡർ ചെയ്ത കേസിൽ നമ്മൾ ആകെ ഒരു സ്റ്റേറ്റ് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അതായത് എ ഡാഷ് ഗെറ്റ് എ ഡാഷ് മാത്രം. അതിന് പകരം ഇഫ് വി ആർ കൺസിഡറിങ് എ സൂപ്പർ പൊസിഷൻ ഓഫ് എനർജി ഐഗൻ സ്റ്റേറ്റ്, ഒരുപാട് എനർജി ഐഗൻ സ്റ്റേറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് എ ഡാഷിന് പകരം എ ഡബിൾ ഡാഷ്, എ ട്രിപ്പിൾ ഡാഷ് അങ്ങനെ വരുന്ന ഒരുപാട് എനർജി ഐഗൻ സ്റ്റേറ്റിൻ്റെ ഒരു സമ്മാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനൊരു കേസാണ് നെക്സ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇനീഷ്യലി അതിനൊരു സ്റ്റേറ്റ് മാത്രമല്ല ഒരുപാട് സ്റ്റേറ്റ് ഉണ്ട്. ടൈം 0 ആവുന്ന സമയത്ത് തന്നെ ആ ഒരു ഒബ്സർവബിളിന് ഡിഫറെൻറ്റ് സ്റ്റേറ്റിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഗെറ്റ് ആൽഫ T0 ഈക്വൽ ടു 0 എന്ന് പറയുന്നത് സമേഷൻ എ ഡാഷ് സി എ ഡാഷ് ഗെറ്റ് എ ഡാഷ്, ഓർ അതിന് തന്നെ സെയിം വേറൊരു സ്റ്റേറ്റും കൂടെ കൺസിഡർ ചെയ്യാം. ഗെറ്റ് ആൽഫ T0 ഈക്വൽ ടു 0 സമേഷൻ എ ഡബിൾ ഡാഷ് സി എ ഡബിൾ ഡാഷ് ഗെറ്റ് എ ഡബിൾ ഡാഷ്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി അറ്റ് ടി ഈക്വൽ ടു 0 കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ് കിട്ടുക? ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ കേസാണ്, സമേഷൻ എ ഡാഷ് സി എ ഡാഷ്. അത് നേരെ ബ്രാ ആയതുകൊണ്ടാണ് അതിൻ്റെ കോൺജുഗേറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത് ഇതാണ്.
രണ്ടാമത് കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി അറ്റ് ടി ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് കിട്ടുന്നത്. ഇതിൽ ഈ സമേഷൻ എ ഡബിൾ ഡാഷ് സി എ ഡാഷ് കോൺജുഗേറ്റും സി എ ഡബിൾ ഡാഷും നമ്മൾ ഒരുമിച്ച് പുറത്തേക്ക് എടുത്ത് എഴുതി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താ ഉണ്ടാവുക? ബ്രാ എ ഡാഷ് ബി കെറ്റ് എ ഡബിൾ ഡാഷ് ആണ് ഉണ്ടാവുക. ഇതുപോലെ നമുക്കിങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ദിസ് ഈസ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി അറ്റ് ടൈം ഈക്വൽ ടു 0. നെക്സ്റ്റ് വി ആർ കൺസിഡറിങ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി അറ്റ് ടൈം ടി ആണ്. ടി എന്ന് പറഞ്ഞൊരു ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ ഇതാണ് ടി 0 ആവുന്ന സമയത്തുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ടി ടൈം കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റേറ്റ് കാണണമെങ്കിൽ നമ്മൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യണം. അതായത് ഇവിടെ നമ്മൾ യു ഓഫ് ടി 0 ആക്ട് ചെയ്യണം. യു ഓഫ് ടി 0 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് IHT ബൈ H ക്രോസ് ആണ്. അത് ഈ ഒരു ഇക്വേഷൻ, ഈ രണ്ട് ഇക്വേഷൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്താണ് ആഫ്റ്റർ ടൈം ടി ഉള്ള സ്റ്റേറ്റ് നമുക്ക് കിട്ടുക. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഇക്വേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു എച്ച് എന്നൊരു ഓപ്പറേറ്റർ ആ സ്റ്റേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? എ ഡാഷ് ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടും, ഇവിടെ ഇങ്ങനെ കിട്ടും. ഇത് തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഡയറക്റ്റ് എഴുതിയത്. നിങ്ങൾ നോട്ട് എഴുതുന്ന സമയത്ത് ഇങ്ങനെ ഡയറക്റ്റ് എഴുതാതെ തൊട്ട് മുമ്പേ ചെയ്ത പോലെ 1 by 1 ആയിട്ട് ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നതും ഓപ്പറേറ്ററിന് പകരം e⁻IHT ബൈ H ക്രോസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും ഒക്കെ ഡീറ്റെയിൽഡായിട്ട് എഴുതുക. ഇനി അഥവാ എക്സ്പൊണൻഷ്യലിൻ്റെ എക്സ്പാൻഷൻ എടുത്ത് ചെയ്തിട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലായിട്ടില്ലെങ്കിൽ അതുകൂടെ ചെയ്തിട്ട് അതിൽ നിന്ന് സ്റ്റേറ്റ് പുറത്തെടുത്തിട്ട് ബാക്കിയുള്ള ടേമിനെ എക്സ്പൊണൻഷ്യലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് വേണം എന്ത് കിട്ടാൻ? ഇവിടെയുള്ള ഈ e⁻T എന്ന് പറഞ്ഞൊരു ടേം കിട്ടാൻ. ഇനി നമ്മൾ ഇത് നോക്കുന്ന സമയത്ത് ഇവിടെ ഒന്ന് e⁻T ബൈ H ക്രോസ് ആണ്. രണ്ടാമത്തത് e⁻−EA ഡബിൾ ഡാഷ് T ബൈ H ക്രോസ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തതിൽ രണ്ടും എ ഡാഷ് ആയിരുന്നു നമ്മുടെ ഐഗൻ വാല്യൂ. പക്ഷേ ഇവിടെ നമ്മൾ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ് ആണ് എടുത്തത്. ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എ ഡാഷും രണ്ടാമത്തെ സ്റ്റേറ്റ് എ ഡബിൾ ഡാഷും ആണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് EA ഡാഷ് ഉണ്ട്, അതുപോലെ തന്നെ EA ഡബിൾ ഡാഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ രണ്ടും എക്സ്പൊണൻഷ്യലും കമ്പൈൻ ചെയ്തിട്ട് e⁻0 = 1 ആയതുപോലെ ഇവിടെ ആവുന്നില്ല. ഇവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂൻ്റെ ടേമിൽ ഒരു പുതിയ ടേം ഇവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് -IEA ഡബിൾ ഡാഷ് -EA ഡാഷ് T ബൈ H ക്രോസ്. ഇങ്ങനെ ടേം നമുക്കവിടെ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ആ ഒരു ടേം വരുന്നത് കൊണ്ട് തന്നെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ബി അറ്റ് ടി ഈക്വൽ ടു ടി ഈസ് നോട്ട് ഈക്വൽ ടു ടി ഈക്വൽ ടു 0. അതായത് ടൈം 0 ആവുന്ന സമയത്തുള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ ആഫ്റ്റർ ടൈം ടി ഉള്ള എക്സ്പെക്റ്റേഷൻ വാല്യൂ ഈ ഒരു കേസിൽ എന്താവുന്നില്ല? ഈക്വൽ ആവുന്നില്ല. ആൻഡ് സോ ഇറ്റ് ഈസ് ദ നോൺ സ്റ്റേഷനറി കേസ്. ഇവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ആ ഒരു ടേമാണ് ഇറ്റ് ഈസ് നോൺ ആസ് ദ ഓസിലേറ്റിംഗ് ടേം. അതിനെ നമ്മൾ പറയുന്നത് ഓസിലേറ്റിംഗ് ടേം ആണ്. ആ ഒരു ഓസിലേറ്റിംഗ് ടേമിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ω⁴A ഡാഷ്. ഇതാണ് അതിൻ്റെ ആംഗുലാർ ഫ്രീക്വൻസി. ω⁴A' ഈക്വൽ ടു EA ഡബിൾ ഡാഷ് -EA ഡാഷ് ബൈ H ക്രോസ്. ഈ ഒരു ആംഗുലാർ ഫ്രീക്വൻസിയിൽ ഓസിലേറ്റ് ചെയ്യുന്ന ഒരു ടേമും കൂടെ എന്ത് വരുന്നുണ്ട്? ഈ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂൻ്റെ കൂടെ വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ബോർസ് ഫ്രീക്വൻസി കണ്ടീഷൻ. ബോർസ് ഫ്രീക്വൻസി കണ്ടീഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ആണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി സ്റ്റേറ്റ് ആയിരുന്നു. അവിടെ നമ്മൾ ഒരു സിംഗിൾ എനർജി ഐഗൻ സ്റ്റേറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്തത്. ആ ഒരു കേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേഷനറി സ്റ്റേറ്റ് വിച്ച് ഈസ് ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഡസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. രണ്ടാമത്തെ കേസിൽ നമ്മൾ വി ആർ ടേക്കിംഗ് എ സൂപ്പർ പൊസിഷൻ ഓഫ് എനർജി ഐഗൻ സ്റ്റേറ്റ്. സോ ഇറ്റ് ഈസ് ദ നോൺ സ്റ്റേഷനറി സ്റ്റേറ്റ് വിച്ച് ഈസ് ചേഞ്ചസ് വിത്ത് ടൈം. അതിലൊരു എക്സ്ട്രാ ടേം എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ടി ആഫ്റ്റർ ടൈം t, expectation value of b after time t, we are getting an extra term which is an oscillating term which oscillates with a angular frequency omega a dash a double dash which is equal to ea double dash minus ea dash by h cross. ഇത്രയാണ് ടൈം ഡിപ്പെൻഡൻസ് ഓഫ് ദ എക്സ്പെക്റ്റേഷൻ വാല്യൂവിൽ പറയാനുള്ളത്.